ഹായ്. പഠിച്ചു പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഐഡൽ സീസൺ 16 അമൃത രാജൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ്. ആ കുട്ടി അതായത് മലയാളിയാണ്, കൊച്ചി സ്വദേശിയാണ്. അതിൻ്റെ ഇതിനോടകം തന്നെ അത് ഒരുപാട് പ്രശസ്തിയും പ്രശംസയും ഒക്കെ നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്പം ഈ സീസണിലെ ആദ്യത്തെ 2 പെർഫോമൻസസ്, അതായത് ഹേ രാമ യേ ക്യാ ഹുവ എന്ന് പറയുന്ന നമ്മളുടെ പിന്നെ രംഗീല എന്ന് പറയുന്ന സിനിമയിലെ AR റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ട്, അതായത് വെറ്ററൻ സിംഗർ ആശാ ഭോസ്ലെയുടെ പാട്ട്, പിന്നെ അതുപോലെ തന്നെ കെ സരാസര എന്ന് പറയുന്ന പാട്ട്, ഇത് രണ്ടും പാടി ഒരുപാട് പോപ്പുലറായി. ഈ പാട്ട് പാടി അത് പിന്നെ ഈ പ്ലാറ്റിനം മൈക്ക് നേടിയിരുന്നു ഷോയിലെ. പിന്നെ അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ മ്യൂസിക് അവാർഡ്സ് ഒരു അവാർഡ് വിന്നറാണത്. നല്ല കോൺഫിഡൻറ്റും നല്ല ഫ്രാങ്ക്, അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് അടുപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള, ജെന്യൂനായിട്ടുള്ള ചില എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അത് പ്രവർത്തിച്ച് നേടിയെടുക്കുക. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു ഫീമെയിൽ ആയത് കാരണം പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കരുത്. നേരെ പ്രവർത്തിക്കുക, പരിശ്രമിക്കുക, ഉന്നതിയിലേക്ക് എത്തുക, എന്നിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 പോളിസി. അപ്പോൾ അത് വളരെ പ്രശംസനീയമാണ്. അത് ആൺകുട്ടിയെന്നല്ല പെൺകുട്ടിയെന്നല്ല, ഏതൊരാളും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീ അവരുടെ ഒരു ഈ സ്ത്രീ ആയതുകൊണ്ട് പുറകോട്ട് പിന്മാറുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഒരേപോലെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നുള്ളൊരു ഭയം ഇല്ലാതെ മുന്നോട്ട് തന്നെ പോവുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഇതിനോടകം തന്നെ ഓരോ സീസണിലും ഓരോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കലാപ്രതിഭകളുണ്ട്. അവരുടെ പാട്ടിന് പുറമെ അല്ലെങ്കിൽ കലയ്ക്ക് പുറമെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ട് നോട്ടബിളാണ്. അതിനെ എന്താ പറയുക, പ്രത്യേകം എടുത്ത് അറിയുന്ന ഒരു രീതിയിലേക്ക് ആയി വരുന്നു. അതെല്ലാം വളരെ നല്ല രീതിയിൽ, അതും പാട്ടും ഒരുമിച്ച് ചേർന്ന ഒരു കുട്ടിയാണ് അമൃത രാജൻ. അത് ഈ സീസൺ വിന്നറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ചെറിയൊരു വേദന ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ വളർത്തിയ അറിയില്ല അതിൻ്റെ പേരൻസ് എങ്ങനെയായിരിക്കും, എത്രത്തോളം സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊന്നും. അത് പറയുന്നത് അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പുറത്തു പോകാൻ അനുവദിക്കില്ലായിരുന്നു, അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും പുറത്തേക്കത് ചാടി പരിശ്രമിച്ചു പുറത്തേക്ക് വന്നു. അതിൻ്റെ എല്ലാ ഈ പറഞ്ഞ ലിമിറ്റേഷൻസും ബോർഡേഴ്സും ഒക്കെ വെട്ടിപ്പൊളിച്ചത് പുറത്തു വന്നു, അത് നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു വേദന, നേരത്തെ പറഞ്ഞൊരു വേദന എന്ന് പറഞ്ഞൊരു ചെറിയൊരു അരോചകത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ മോശമായിരിക്കാം. പക്ഷെ എന്നാലും അത് പിന്നെ ഒരുപാട് ആ മാതാപിതാക്കളെ പറ്റി ഒരു എന്താ പറയുക, എതിർത്ത് പറയുന്നത്, കുറ്റം പറയുന്നത്, നമ്മളിപ്പം നമ്മളുടെ ഒരുപാട് വേദനകൾ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടയുന്ന കുറേ അനുഭവങ്ങളുമൊക്കെ നമ്മളുടെ അടുത്തുള്ള ആൾക്കാരിൽ നിന്നും വരും. പക്ഷെ ഒരു വേദിയിൽ നമ്മളൊരു സ്റ്റാറായി നിൽക്കുമ്പോൾ, ഒരു താരമായി നിൽക്കുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് അതുവരെ വളർത്തിയില്ല, ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് ടീനേജർ വരെ വളർത്തിയത്, ഭക്ഷണം കൊടുത്തും ആഹാരം കൊടുത്തും വിദ്യാഭ്യാസം കൊടുത്തുമൊക്കെ വളർത്തിയ മാതാപിതാക്കൾ, അവർക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതുവരെ വളർത്തിയില്ലേ. അപ്പോൾ അത് ഒന്ന് പരിഗണിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത് പറയുന്നത് കറക്റ്റാണ്, നേടിയെടുക്കണം. വേറൊരു വശം കൂടിയുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ അറിയും അതിൻ്റെ അവസ്ഥ ഇതായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള മാതാപിതാക്കൾ ഇതേപോലെ അതികഠിനമായിട്ടും കഠോരമായിട്ടും അനീതിയായിട്ടും ചെയ്യുന്ന ഈ പറഞ്ഞ കടുംപിടുത്തങ്ങൾ വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾക്ക്
ഇതെങ്ങനെ മനസ്സിലാവും, ഇതെങ്ങനെ അറിയും അവർക്ക്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വശമുണ്ട്. എന്നാൽ പോലും അതൊരു നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ മാതാപിതാക്കളൊക്കെ ആയത് കാരണം അത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം. പക്ഷേ ഈ കുട്ടി നല്ലൊരു ടാലൻ്റാണ്, വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ച വിഷയം. ഇനിയും വേറെ വീഡിയോകളുമായി വരാം. അതുവരെ ഗുഡ് ബൈ. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക് യു.